നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച നാട്. സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. എട്ടുമന ഗ്രാമീണ വായനശാല വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനും വിശുദ്ധ റപ്പായൽ മാലാഖയുടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. അവണിശ്ശേരിയിൽ അംബേദ്കർ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് സ്റ്റാർ മണ്ഡലം കമ്മിറ്റി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് KG സന്തോഷ്, PV അശോകൻ, C വിജയൻ, സിജോ ജോർജ്, CK ഭരതൻ, KR സിദ്ധാർത്ഥൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ്, ബ്ലോക്ക് മെമ്പർ TN ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീ മൻമോഹൻ സിംഗ് പഠിച്ചിരുന്ന സ്കൂളിൽ ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലാണ് ആ സ്കൂൾ. മണ്ണ് കൊണ്ട് ഉള്ള ചുമരിൽ ഒരു ചെറിയ ഒരു സ്കൂൾ, അവിടെയായിരുന്നു മൻമോഹൻ സിംഗ് തൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. അവിടെ എനിക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിരുന്നു. ആ മൻമോഹൻ സിംഗ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഇരുന്നു എന്ന് മാത്രമല്ല, ആ കാലഘട്ടം മുഴുവനും നമുക്ക് മറക്കാനാവാത്ത വലിയ സംഭാവനകൾ ചെയ്ത ഒരു മഹാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. എട്ടുമന ഗ്രാമീണ വായനശാല വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം നടത്തുമ്പോൾ അദ്ദേഹം അന്നത്തെ ഇന്ത്യയിലെ കിഴക്കും പടിഞ്ഞാറും തെക്കും കിഴക്കും പിന്നെ എല്ലായിടത്തും പോയി, വടക്കൊക്കെ പോയി, വിവിധ സംസ്ഥാനങ്ങളിലൂടെ അന്നത്തെ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. അവിടെ എല്ലാം ചെന്നപ്പോൾ പറയാത്ത ഒന്ന് പഴയ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തെ നോക്കി, തമിഴ്നാടിനെ നോക്കി പറയാത്ത, ആന്ധ്രയെ നോക്കി പറയാത്ത, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കി പറയാത്ത ഒരു കാര്യം അന്നത്തെ കേരളത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഈ കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനബോധത്തോടെ മലയാളി തലയുയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ക്ഷേമപ്രവർത്തനങ്ങളിൽ, സ്ത്രീ ശാക്തീകരണത്തിൽ, ഏതാണ്ട് UNDP ഒക്കെ പറയുന്ന പോലെ വികസനത്തിൻ്റെ 21 സൂചകങ്ങളിൽ 17ലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ ഞങ്ങളാണ്. വായനശാല പ്രസിഡന്റ് KS മനോജ് അധ്യക്ഷനായിരുന്നു. ജോയിന്റ് സെക്രട്ടറി ദിലീഷ് എട്ടുമന, PESCB പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജയ ടീച്ചർ, വായനശാല വൈസ് പ്രസിഡന്റ് KS ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ചെറുകഥാകൃത്ത് ഭരതൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. വൈകിട്ട് എട്ടുമനയിലെ കലാപ്രതിഭകളുടെ ഭരതനാട്യം, തിരുവാതിരക്കളി, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. വിവിധ ചാനലുകളിലെ റിയാലിറ്റി ഷോ താരങ്ങൾ അവതരിപ്പിച്ച സ്പെഷ്യൽ വെറൈറ്റി ഷോയും സംഘടിപ്പിച്ചിരുന്നു.
പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. റക്ടർ ഫാദർ പോൾ താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൺവീനർ പോൾ ചീനാൻ, കൈക്കാരന്മാരായ ഷാജു കിടങ്ങൻ, ഫ്രാൻസിസ് മുത്തിപ്പീടിക, ലോറൻസ് പൂണത്ത്, ജെയ്സൺ മുത്തിപ്പീടിക, പബ്ലിസിറ്റി കൺവീനർ ബിജു തെക്കിനിയത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അവണിശ്ശേരിയിൽ അംബേദ്കർ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ കെ എ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും വായനയെ, എഴുത്തിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും പുസ്തകം വായിക്കാൻ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണ്. കവിത എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും കവിത വായിക്കാനും അത് ചൊല്ലുന്നത് കേൾക്കാനും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നല്ല ചെറുകഥകൾ വായിക്കാനും നോവലുകൾ വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മൾ. ഈ പുതിയ കാലത്ത് സീരിയലുകളിലൊക്കെ നമ്മൾ കൂടുതൽ മയങ്ങി കിടക്കുന്നത് കൊണ്ട് വായനയുടെ ഒരു അളവ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പുസ്തകങ്ങൾ നന്നായി ഇപ്പോഴും വിൽക്കപ്പെടുന്നുണ്ട്. ഞാനതിൻ്റെ ആധികാരികമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. പുസ്തകങ്ങളുടെ വിൽപ്പനയ്ക്ക് യാതൊരു കുറവും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. പുതിയ തലമുറയ്ക്ക് വായന നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളുണ്ട്. വളരെ മനോഹരമായി എഴുതുന്നവരുണ്ട്. ഞാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മുല്ലനേഴി രചിച്ച ഒരു കവിത ലൈബ്രറിയിലേക്ക് മുല്ലനേഴി വിജയൻ മാഷ് കൈമാറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഏറ്റുവാങ്ങി. ലൈബ്രറിയിൽ അംഗങ്ങൾക്ക് പുസ്തക വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ജി വനജകുമാരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ, മുൻ പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വായനശാലയിലേക്കുള്ള അലമാരകളും പുസ്തകങ്ങളും സംഭാവന നൽകിയ കെ കെ വാസുദേവൻ, എം കെ കൃഷ്ണൻ, ശ്രീജിത്ത് പുളിങ്കുഴി, വിജയൻ മരോട്ടിക്കൽ, ശാന്ത വേലായുധൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വായനശാല ഭാരവാഹികളായ പ്രസിഡന്റ് കെ എൻ മധുസൂദനൻ, വൈസ് പ്രസിഡന്റ് കെ എൻ അജിത, ജോയിന്റ് സെക്രട്ടറി അശ്വതി വിനോദ്, ധന്യ സുധീർ, പി സി അജിത, ജോളി ഷാജു, വി ആർ ശശി, കെ വി സുരേന്ദ്രൻ, എബിൻ സി ആർ, പ്രസാദ് മാസ്റ്റർ, ആതിര അങ്കിരസ്, രാംകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സൗഭാഗ്യ അവണിശ്ശേരിയുടെ നേതൃത്വത്തിൽ അക്ഷര ശ്ലോക സദസ്സ്, ശ്രീല എം പെരിഞ്ചേരിയുടെ നേതൃത്വത്തിൽ തിരുവാതിര കളി എന്നിവയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപിന്റെ നേതൃത്വത്തിൽ 6 മാസമായി നടത്തിയ നിരന്തര പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അവണിശ്ശേരിയിൽ വായനശാല യാഥാർത്ഥ്യമായത്. ബാലസംഘം ചെർപ്പ് വില്ലേജ് കമ്മിറ്റി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ചേർപ്പ് ചന്ത പരിസരത്തു നിന്നും പ്രമുഖ വ്യക്തികളുടെയും ബാലസംഘം കുട്ടികളുടെയും സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. തായങ്കുളങ്ങര മഹാത്മാ മൈതാനത്ത് ആണ് ജാഥ എത്തിച്ചേർന്നത്. വർണ്ണാഭമായ ജാഥയ്ക്കൊടുവിൽ ബാലസംഘം കുട്ടികൾക്കായി വിവിധ തരത്തിലുള്ള നാടൻ കളികളുടെ ഉത്സവവും തുടർന്ന് സമ്മാനദാനവും നടത്തി. പരിപാടികൾക്ക് ആരതി, അഡ്വക്കേറ്റ് കെ വി ബാബു, അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ, എ വി സഹദേവൻ എന്നിവർ പങ്കെടുത്തു. കലാകായിക മത്സരങ്ങൾക്ക് വി വിനോദ് കുമാർ, പി വി തിലകൻ, കെ ബി സുമേഷ്, രാധിക ശിവദാസൻ, എം സി മനോജ്, കെ ജി മോഹൻ എന്നിവർ നേതൃത്വം നൽകി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോടന്നൂർ സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സെബി ജോസ് പെല്ലിശ്ശേരി, സുഭാഷ് മാരാത്ത്, പ്രദീപ് പാണപ്പറമ്പിൽ, KR ചന്ദ്രൻ, സിജോ ജോർജ്, ഡേവിസ് കണ്ണനായ്ക്കൽ, AD ജോണി, AA റപ്പായി, ജ്യോതി ബസു, ജോൺസൺ തെറ്റയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനല്ലൂർ അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പ് ശ്രദ്ധേയമായി. 7 ദിവസത്തെ സഹവാസ ക്യാമ്പിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു.
ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പെരുമന ക്ഷേത്രത്തിന്റെ ഗോപുരഭാഗം മുഴുവൻ വൃത്തിയാക്കി. ക്രാഫ്റ്റ് വർക്ക്ഷോപ്പുകൾ അംഗൻവാടിയിലും ചേർപ്പ് ഗവൺമെന്റ് LP സ്കൂളിലും ചുമരുകളിൽ ചിത്രം വര തുടങ്ങി വ്യത്യസ്ത പ്രവർത്തനങ്ങളും നടത്തി. പ്രോഗ്രാം ഓഫീസർ CS സനിത, സ്റ്റാഫ് സെക്രട്ടറി ഹേമ, PTA പ്രസിഡന്റ് MS അലക്സി, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, സജീവ് കൃഷ്ണൻ, ജോസ് പൊന്തേക്കൻ, ഡോക്ടർ മനു മാധവ്, ക്യാമ്പ് ലീഡർ കവിത മനോജ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീ C. അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലെ NSS യൂണിറ്റ് 98-129 കുട്ടികളുടെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നിരുന്നത്. 7 ദിവസമായിട്ട് ഞങ്ങൾ ചേർപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. NSSൻ്റെ ഭാഗമായിട്ട് ഈ പരിസര പ്രദേശങ്ങളിലും ഈ വാർഡ് നമ്പർ 8 ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ക്ലീനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു. അതുപോലെ തൊട്ടടുത്തുള്ള അംഗനവാടികളിൽ കുട്ടികൾ ബ്യൂട്ടിഫിക്കേഷനും ഒപ്പം ഒരുപാട് പെയിൻറ്റിങ്സും എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനമാണ് ഈ കാണുന്നത്. ശ്രീ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികളെ 7 ദിവസമായിട്ട് ചേർപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രാമനാഥൻ സ്കൂളിലെ 7 ദിവസത്തെ കൃത്യമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിസര പ്രദേശത്ത് വാർഡ് തലങ്ങളിലൊക്കെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ ഏറ്റവും നന്നായിട്ടുള്ള പ്രവൃത്തിയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ വാർഡിൽ തന്നെ ഒരു അംഗനവാടി വളരെ വൃത്തിയായി കൊണ്ട് വരച്ചുകൊണ്ട് കുട്ടികളെ കാണാനുള്ള അവസരം ഉണ്ടായി. ഈ അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൽ LP തലത്തിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വരകൾ വരച്ച വിദ്യാർത്ഥികൾ ഈ അവസരത്തിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കുറുക്കഞ്ചേരി JPE ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ യുവ സഹവാസ ക്യാമ്പ് ഊരകം ALP സ്കൂളിൽ സമാപിച്ചു. സമാപന സമ്മേളനം മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി അധ്യക്ഷയായി. ജിനി ജോസ്, MA സുജിനി, രാകേഷ് ഉണ്ണിയമ്പറം, KB പ്രമോദ്, ഐശ്വര്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ പരിശീലന ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, കലാപരിപാടികൾ എന്നിവ ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. അവണിശ്ശേരി ഫെസ്റ്റ് 2024 സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകനും ഗായകനുമായ നടേശ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. VK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരി മനീഷ മുകേഷ് ലാൽ മുഖ്യ അതിഥിയായിരുന്നു. പഴയകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. CR പ്രകാശ് സദസ്സിലിരുന്ന് സംഗീത സംവിധായകൻ നടേശ് ശങ്കറിന്റെയും സാഹിത്യകാരി മനീഷ മുകേഷ് ലാലിന്റെയും തത്സമയം വരച്ച ചിത്രങ്ങൾ ചടങ്ങിൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂര്യ ശോഭി, ജോയ് പയ്യപ്പള്ളി, ശ്രീജിത്ത്, പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ് മാസ്റ്റർ, മേഴ്സി ആന്റണി, CT ഷാജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തങ്ങൾ, ഏകാഭിനയം, കൈക്കൊട്ടിക്കളിയും തൃശൂർ എന്റർടൈനേഴ്സിന്റെ നേതൃത്വത്തിൽ ഗാനമേള, മുല്ലനേഴി അഖില കേരള നാടക മത്സരത്തിൽ അങ്കമാലി ഹോം തിയേറ്റർ റിയാലിറ്റിയുടെ നാടകം ഗാർഗി എന്നിവ അവതരിപ്പിച്ചു. ഇനിയുള്ള കാലം എന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നീ നോക്കി നടത്തണം. ചാളൂരിൽ നടക്കുന്ന അഖില കേരള നാടകോത്സവത്തിൽ 3-ാം ദിനം 3 നാടകങ്ങൾ അരങ്ങേറി. M പാർത്ഥസാരഥി അവതരിപ്പിച്ച ഊണിന് 4 അണ മാത്രം എന്ന സോളോ നാടകമാണ് ആദ്യം അവതരിപ്പിച്ചത്. ചെറുകാടിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഏറെ പുതുമയുള്ളതായി. തുടർന്ന് PM താജിന്റെ മേരി ലോറൻസ് നാടകത്രയത്തിന്റെ പുനരാഖ്യാനമായ ഒറ്റവരിയിൽ ഇത്രമാത്രം എന്ന നാടകം പാലക്കാട് അഭിനയശ്രീ ടീം അവതരിപ്പിച്ചു. സുരേഷ് നന്മയും ലതാ പാലക്കാടും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ആധുനിക സമൂഹ കുടുംബ ജീവിതത്തിലെ സങ്കീർണതകളുടെ ആഖ്യാനമായിരുന്നു. തുടർന്ന് സന്തോഷ് കുമാർ രചിച്ച് അഗ്നിവേശ് സംവിധാനം ചെയ്ത പണയം എന്ന നാടകം മലപ്പുറം കൊളത്തൂർ ബ്ലാക്ക് കർട്ടൻ ടീമാണ് രംഗത്ത് അവതരിപ്പിച്ചത്. മലയാളം അടിസ്ഥാന പാഠാവലിയിൽ വായിച്ച ചെറുകഥയുടെ നാടകാവിഷ്കാരം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുതുമയുള്ള അനുഭവമായി മാറി. ഞാൻ എന്തുമാത്രം വിഷമിച്ചു. വെറും കൈ കൊണ്ട് മുളക് കീറി നീര് പുകയുന്നു
ജീവിക്കുന്നു എന്ന് എത്ര തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ഈ കരിക്കത്തി കളയാതെ സൂക്ഷിച്ചോ. ചാഴൂർ കോലം വളവിന് സമീപം ബസ് സ്റ്റോപ്പ് വളവിൽ വാഹനാപകടം. പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. തൃശൂർ പുല്ലഴി സ്വദേശി കുരുതുകുളങ്ങര വള്ളൂക്കാരൻ 44 വയസ്സുള്ള സോണിയാണ് മരിച്ചത്. സോണിയുടെ മകൻ 14 വയസ്സുള്ള ആന്റണിയെ പരിക്കുകളോടെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച നാട്. സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. എട്ടുമന ഗ്രാമീണ വായനശാല വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനും വിശുദ്ധ റപ്പായൽ മാലാഖയുടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. അവണിശ്ശേരിയിൽ അംബേദ്കർ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.